അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായിരിക്കുന്ന ജബൽ റഹ്മയുടെ താഴ്വാരത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ വെച്ചുകൊണ്ടാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഇസ്ലാം പൂർത്തിയായതായിരിക്കുന്ന വിവരം എല്ലാ ആളുകളെയും അറിയിച്ചത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്ത മലയാണിത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഒട്ടകപ്പുറത്തെ ഒന്നുകൊണ്ട് അവിടുന്ന് ദുആ ചെയ്തതും ഇവിടെ വെച്ചുകൊണ്ടാണ്. اللهم صل على رسولك سيدنا حبيبنا وهادينا ومرشدنا تاجدار مدينة نبي محمد مصطفى صلى الله عليه وسلم تاجدار مدينة نبي محمد مصطفى صلى الله عليه وسلم تاجدار مدينة نبي محمد مصطفى صلى الله عليه وسلم اللهم أنزله المقعد المقرب عندك يوم القيامة يا ذا الجلال والإكرام اللهم بارك لنا في جميع أمورنا خصوصا في مجلسنا هذا يا رب العالمين ملك الجبار يا രാജാതിരാജനായി ലോകമടക്കി ഭരിക്കുന്നതായിരിക്കുന്ന ജഗന്നിയന്താവായിരിക്കുന്ന റബ്ബേ, ഞങ്ങൾ ഒരുമിച്ച് കൂടിയതായിരിക്കുന്ന സംഗമത്തെ നീ കബൂലാക്കണേ അല്ലാഹ്. പരിശുദ്ധമായിരിക്കുന്ന ജബൽ റഹ്മയുടെ താഴ്വാരത്ത് നിന്നുകൊണ്ട് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മാനായ തമ്പുരാൻ നിന്നോട് ദുആ ചെയ്ത ഒരുപാട് ദുആകളുണ്ട്. നീ കബൂലാക്കിയ നിന്റെ ഹബീബ് ദുആ എന്ന സ്ഥലമാണ് റബ്ബേ ഇത്. അല്ലാഹുവേ, ആ ഹബീബിന്റെ ഉമ്മത്തിങ്ങളാ റബ്ബേ ഞങ്ങൾ. അല്ലാഹുവേ, ഞങ്ങൾ ഓരോരുത്തരുടെ മനസ്സിലുമുള്ളതായിരിക്കുന്ന എല്ലാവിധ മുറാദുകളെയും നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ്. റഹ്മാനായ രാജാതിരാജനായ അല്ലാഹുവേ, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതകാലത്ത് ഒരുപാട് തരത്തിലുള്ള തിന്മകൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായി കൊണ്ടും പരസ്യമായി കൊണ്ടും അല്ലാഹുവേ ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ട് പോലും പലതരത്തിലുള്ളതായിരിക്കുന്ന റഹ്മാനായ തമ്പുരാന് തെറ്റുകളും ഞങ്ങളിൽ നിന്ന് വന്നു പോയവരാ റബ്ബേ ഞങ്ങൾ. അല്ലാഹുവേ, പരിശുദ്ധമായിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് നിന്നോട് ഞങ്ങൾ ദുആ ചെയ്യുകയാ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്ത് മാഫാക്കി നൽകണേ അല്ലാഹ്, പുറത്ത് മാഫാക്കി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് നന്മകൾ റഹ്മാനായ തമ്പുരാൻ ഞങ്ങൾ ഇന്നവരുടെ ജീവിതത്തിൽ ചെയ്തു പോയതൊക്കെ സകലമായ നന്മകളും അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് പല ആളുകൾ ഇന്ന് ഖബറിന്റെ നിവാസികളാണ്, ഖബറിന്റെ മണവാളന്മാരാണ്, ഖബറിന്റെ മണവാട്ടികളാണ്. ഒറ്റ കുഞ്ഞുങ്ങൾ വരെ മരണപ്പെട്ടു പോയവർ റഹ്മാനായ തമ്പുരാൻ ഈ കൂട്ടത്തിലുണ്ടാകും. റഹ്മായ തമ്പുരാൻ അല്ലാഹു എല്ലാവരുടെ ഖബറിനത്തിലേക്ക് ഇതിന് മിത്ല തവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഇതിന് മിത്ല തവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞുള്ള ഖൈറിന്റെ മുഴുവൻ ിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലിവാഉൽ ഹംദിന്റെ കീഴിൽ നാളെ അണിനിരക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പരിശുദ്ധമായിരിക്കുന്ന ദീൻ ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. എത്ര കാലം നീ ദുനിയാവിൽ ഞങ്ങൾ ജീവിക്കുമെന്നറിയില്ല തമ്പുരാനെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ അന്തസ്സോട് കൂടിക്കൊണ്ട് ജീവിച്ചു മരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ മന്നാനെ. റഹ്മാനായ രാജസയ്യിദായ മാലികുൽ മുലൂക്കായ റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ അല്ലാഹ്. പല വിധത്താൽ രോഗത്താൽ കഷ്ടപ്പെടുന്ന പല ആളുകളും ഞങ്ങളുടെ ഈ കൂട്ടത്തിലുണ്ടല്ല. കാലുവേദന ഉള്ളവരുണ്ട്, കൈകൾ വേദനയുള്ളവരുണ്ട്, സന്ധി വേദനകളുള്ളവരുണ്ട്, പലതരത്തിലുള്ള മാരാരോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് റബ്ബേ. ഞങ്ങളുടെ ബന്ധുമിത്രാദികളിൽ പോലും പല ആളുകളും പലതരത്തിലുള്ളതായിരിക്കുന്ന രോഗത്താൽ കഷ്ടപ്പെടുന്നവരുണ്ടല്ലോ. എല്ലാവരുടെ എല്ലാവിധ രോഗങ്ങൾക്കും നീ ആജിലായ ശിഫ നൽകണേ അല്ലാഹ്, കാമിലായ ശിഫ നൽകണേ അല്ലാഹ്. ശിഫയാക്കാൻ കഴിവുള്ളവൻ നീയാണ്. അന്ത ഷാഫിയ അല്ലാഹ്, അന്തൽ കാഫിയ അല്ലാഹ്. നീ ഒരാൾക്ക് ശിഫ കൊടുത്തു കഴിഞ്ഞാൽ ആരാണ് ശിഫ കൊടുത്തത് എന്ന് നിന്നെ ചോദ്യം ചെയ്യാൻ വേറെ ആരുമില്ലല്ലോ റബ്ബേ. അല്ലാഹുവേ, നീ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള ദുആ വസിയത്തുകൾ ഞങ്ങളോട് പറഞ്ഞവരുണ്ട് റബ്ബേ. പല രോഗികളും ഞങ്ങളോട് ദുആ വസിയത്തുകൾ പറഞ്ഞവരുണ്ട് റബ്ബേ. അല്ലാഹു ആരൊക്കെയാണോ ഞങ്ങളോട് ദുആ വസിയത്ത് പറഞ്ഞവര് അല്ലാഹു അവരുടെയൊക്കെ മനസ്സിലുള്ള മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, രോഗികൾക്ക് നീ അജിലായ ശിഫ നൽകണേ മന്നാനെ. അല്ലാഹുവേ, ഖൈറിന്റെ വാതായനങ്ങൾ നീ എല്ലാ ആളുകൾക്കും നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. എല്ലാ ആളുകൾക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങൾ ചലിക്കുന്ന വഴി അല്ലാഹുവേ സഹാബാക്കൾ ചരിച്ചു
പഠിപ്പിച്ച വഴിയിൽ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അവരുടെ ഒരു ഇഖ്ലാസ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അവരുടെ ഒരു തഖ്വ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. നബിയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ നാളെ നിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഒരു ചാണകലത്തിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂടിന്റെ അകലത്തിൽ നിൽക്കുമ്പോൾ പോലും അല്ലാഹുവേ അർശിന്റെ നേൽ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അർഹമർ റഹീമായ രാജ സയ്യിദായ തമ്പുരാനെ, അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹത്തോട് കൂടെ നോക്കുന്ന ഒരു വിഭാഗത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹു നിന്റെ റഹ്മത്തിന്റെ നോട്ടം ഞങ്ങളിലേക്ക് നോക്കണേ അല്ലാ. നിന്റെ നിഅമത്തിന്റെ നോട്ടം ഞങ്ങളിലേക്ക് നോക്കണേ അല്ലാ. നിന്റെ ഫളലത്തിന്റെ നോട്ടം ഞങ്ങളിലേക്ക് നോക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ നിഅമത്ത് സദാസമയം ഞങ്ങളിലേക്ക് വർഷിപ്പിക്കണേ അല്ലാ. ഞങ്ങളിലേക്ക് വർഷിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ അഹ്ലുകാരിലേക്ക് വർഷിപ്പിക്കണേ അല്ലാ. പല സ്ഥലങ്ങളിൽ നിന്ന് അല്ലാഹുവേ നിന്റെ റഹ്മത്ത് നിന്റെ അജായിബുകൾ കാണാൻ വേണ്ടിയിട്ട് ഈ ഭൂമി ലോകത്ത് ഒരുമിച്ച് കൂടിയവരാ റബ്ബേ ഞങ്ങള്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന ഓരോ ഇബാദത്തുകളും നീ കബൂലാക്കണേ അല്ലാ. കബൂലാക്കണേ അല്ലാ. വെറും ഒരു യാത്രയാക്കാതെ റഹ്മാനായ തമ്പുരാൻ ഞങ്ങളുടെ മനസ്സുകളെ നീ ശുദ്ധതയുള്ള മനസ്സുകളാക്കണേ അല്ലാ. മനസ്സുകളെ നീ തഹൂറായിരിക്കുന്ന മനസ്സുകളാക്കണേ അല്ലാ. റഹ്മാൻ റഹീമായ രാജ സയ്യിദായ തമ്പുരാൻ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ പലതരത്തിലുള്ള നാനാഭാഗ ദിക്കുകളിൽ